കേരളത്തിലെ ഭൂരിപക്ഷം വരുന്ന മിഡിൽ ക്ലാസ്സുകാരുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ പോകുന്നത് ആ വീട്ടിലെ ഒരേ ഒരാളായിരിക്കും. അതിന് എല്ലാവർക്കും നിയോഗം കിട്ടണമെന്നില്ല. ഒരുപാട് കഷ്ടപ്പെടുന്ന പാരൻസിനെ കണ്ടായിരിക്കും അവർ വളർന്നിട്ടുണ്ടാവുക. ഓരോ മിഡിൽ ക്ലാസ്സുകാരനും അനുഭവിച്ചു പോകുന്ന ഒരു സ്ട്രഗിളുണ്ട്. നേടാൻ പറ്റാത്ത ഒരുപാട് ആഗ്രഹങ്ങൾ, പക്ഷെ പട്ടിണി കിടന്നിട്ടുണ്ടാവില്ല, നല്ലോണം പഠിപ്പിച്ചിട്ടുണ്ടാവും. ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഭാവിയിലേക്കെന്നും പറഞ്ഞ് മാറ്റിയിട്ടിട്ടുണ്ടാവും. അപ്പോൾ ഇവരുടെ മനസ്സിൽ ആദ്യത്തെ ആഗ്രഹം എന്ന് പറയുന്നത് ഫാമിലീനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതായിരിക്കും. പഠിത്തം നിന്ന് പോകുന്നുള്ള അവസ്ഥയൊക്കെ പലപ്പോഴും വന്നിട്ടുണ്ടായിരിക്കും, പക്ഷേ പിന്നെയും തുടർന്ന് പഠിച്ചിട്ടുണ്ടാവും. അറിയാത്ത നാട്ടിൽ ഒറ്റയ്ക്ക് പോയി ഹോസ്റ്റലിലും എല്ലാം താമസിച്ച് നല്ല കോഴ്സ് എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും. ബാങ്കുകളൊന്നും വായ്പ കൊടുത്തിട്ടുണ്ടാവില്ല, പക്ഷേ അതും നേടിയെടുത്തിട്ടുണ്ടാവും. കോഴ്സ് കഴിഞ്ഞിറങ്ങുമ്പോഴേക്കും വലിയ വിദ്യാഭ്യാസ വായ്പയുടെ പലിശയും ഭാരവും പേറിയിട്ടായിരിക്കും കിട്ടുന്ന ക്യാമ്പസ് സെലക്ഷനുകളിൽ ഏറ്റവും നല്ല ജോലിക്ക് അവർ ശ്രമിച്ചിട്ടുണ്ടാവുക. ഏറ്റവും ചെറുപ്രായത്തിൽ തന്നെ വീട്ടുകാരും വീടും അതുവരെ പഠിച്ച സ്കൂളും കൂട്ടുകാരും നാടും ഒക്കെ ഉപേക്ഷിച്ച് അവർ പോകാൻ തയ്യാറായിട്ടുണ്ടാവും. മനസ്സുകൊണ്ട് ഇതൊക്കെ ഉപേക്ഷിക്കുന്നത് വിഷമാണെങ്കിലും അവർ കടന്നു പോകും. അത്ര വലിയ റിസ്ക് എടുക്കാൻ അവർക്ക് പറ്റും. കാരണം അവരെ കാത്തിരിക്കുന്ന ഒരു വലിയ സ്വപ്നം, അവരുടെ ചുമലിലുള്ള ഒരു വലിയ ഫാമിലി, അതിനൊക്കെ സപ്പോർട്ട് ചെയ്യാൻ അവർക്ക് പറ്റും. കടൽ കടന്ന് പോകുമ്പോൾ അറിയാത്ത നാടും പഠിക്കാത്ത ഭാഷയും ഒക്കെ അവരെ പേടിപ്പിക്കും. പക്ഷേ അവർക്ക് ഒറ്റ ലക്ഷ്യം ഉണ്ടാവുള്ളൂ, അവരുടെ ഫാമിലി. അത് മുന്നോട്ട് പോകണം. നാട്ടുകാരുടെ മുമ്പിലും വീട്ടുകാരുടെ മുമ്പിലും സ്വന്തം ഫാമിലിനെ ഉയർത്തിപ്പിടിച്ച് നിർത്തണം. അങ്ങനെ പോകുന്ന ഓരോ മിഡിൽ ക്ലാസ് പയ്യന്മാരും തിരിച്ചു വരുന്നത് അവരുടെ വരവ് കണ്ട് സന്തോഷിക്കുന്ന കുടുംബങ്ങളിലേക്കായിരിക്കും. കാരണം ആ വരവ് കൊണ്ടായിരിക്കും ഒരുപാട് നിറഞ്ഞ ഓർമ്മകൾ അവർക്ക് തിരിച്ചു കൊണ്ടുപോകാൻ പറ്റുക. ഇതിൻ്റെ അർത്ഥം അവരുടെ അക്കൗണ്ടിൽ കോടികളുണ്ടെന്നോ അവർ കൊട്ടാരം പണിതെന്നോ ഒന്നുമല്ല. അവർ കാരണം സന്തോഷിക്കുന്ന കുറേ നിമിഷങ്ങളും അവർ കാരണം ചിരിക്കുന്ന കുറേ മുഖങ്ങളും ക്രിയേറ്റ് ചെയ്യാൻ അവർക്ക് പറ്റിയിട്ടുണ്ടാവും. അത് തന്നെയാണ് അവരുടെ ഏറ്റവും വലിയ അച്ചീവ്മെൻറ്റ്. അവർ ഈ സഹിക്കുന്ന ഒറ്റപ്പെടലും ദുഃഖങ്ങളും ഒന്നും കാണാൻ ഇന്ന് ഈ വാട്സപ്പും ഫേസ്ബുക്കും ഉള്ള കാലത്ത് പോലും ആർക്കും നേരം ഉണ്ടാവില്ല. പക്ഷേ അവർ കാരണം ചിരിക്കുന്ന ഒരുപാട് മുഖങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ മാറി നിൽക്കുന്ന വീടും കുടുംബവും ഉപേക്ഷിച്ച് നിൽക്കുന്ന ഓരോ പ്രവാസികളും ഹീറോസാണ്. ഓരോ മിഡിൽ ക്ലാസ് ഫാമിലിയുടെയും ഹീറോസ്. എയർപോർട്ടിൽ വന്നിറങ്ങുന്ന ദിവസം മുതൽ കലണ്ടറിലെ ഡേറ്റുകൾ നീങ്ങുമ്പോൾ ആദ്യം പിടിക്കുന്ന മനസ്സാണ് ഓരോ പ്രവാസിയുടെയും. ബാഗിൽ ലഗേജ് അടുക്കി വെച്ച് എയർപോർട്ടിൽ ചെക്ക് ഇൻ ചെയ്യുമ്പോഴെങ്കിലും ലോട്ടറി അടിച്ച് പ്രൈസ് കിട്ടിയാൽ തിരിച്ചു പോകണ്ടല്ലോ എന്ന് ആശ്വസിക്കുന്ന എല്ലാ പ്രവാസികൾക്കും ഹാപ്പി മെൻസ് ഡേ. ട്രിബ്യൂട്ട് ടു ഓൾ നോൺ കേരളൈറ്റ്സ്.